ഞങ്ങളുടെ ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡ് പ്രേം നസീർ സാറിനെ കുറിച്ചായിരുന്നു. പ്രേം നസീർ സാറിനെ കുറിച്ചുള്ള എപ്പിസോഡായിരിക്കും ഒരു പക്ഷേ ഈ എപ്പിസോഡുകളിൽ ഏറ്റവും മലയാള സിനിമയുടെ തുടക്കകാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം 1952, 53 കാലഘട്ടങ്ങളിൽ നിന്നാണ് ആ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നാൽ ഒരു പക്ഷേ ജോസ് പ്രകാശ് സാറിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരല്പം കൂടെ പിന്നിൽ നിന്ന് നമുക്ക് ആരംഭിക്കാനാവും. പല എപ്പിസോഡുകളിൽ ഞാൻ പറയാറുണ്ട്, ഇത് ഏതെങ്കിലും ഒരു നടനെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളല്ല, ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലുള്ള സിനിമകളെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളാണെന്ന് പറയാറുണ്ട്. അദ്ദേഹമല്ലേ കുടുംബത്തിൽ നിന്ന് ആദ്യം സിനിമയിലെത്തുന്ന ആള്? തീർച്ചയായിട്ടും. തിക്കുറിശി സാർ അദ്ദേഹത്തിനെ കോട്ടയത്ത് ഒരു പരിപാടിയിൽ കാണുകയോ അങ്ങനെ എന്തോ അല്ലേ സംഭവം? അതായത് ഈ റാം മനോഹർ ലോഹിയയുടെ ഒരു പ്രോഗ്രാം കോട്ടയത്തുണ്ടായിരുന്നു. അന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് ഒരു ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടകർ പാട്ടുകാരനായിട്ട് ക്ഷണിച്ചത് എൻ്റെ ജ്യേഷ്ഠനെ. തിരുനക്കരയിൽ റാം മനോഹർ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവിടെ തിരക്കിയപ്പോൾ ആരുണ്ടെന്ന് ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ആരോ ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞു. ബേബി എന്നൊരു പയ്യൻ കോട്ടയത്തുണ്ട്. ബേബി എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. നാട്ടിൽ വിളിക്കുന്നവർ ബേബി എന്നാ. അപ്പോൾ ജ്യേഷ്ഠനെ വിളിക്കുന്നു, അവിടെ പാടുന്നു. ആ പാട്ട് പാടി കേട്ടതോ അറിഞ്ഞതോ ആയിട്ട് തിക്കുറിശി സാറ്. അത് ഏത് പാട്ടായിരുന്നു അറിയോ? ഹിന്ദി പാട്ടിനോടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ചേട്ടൻ. ഞങ്ങളൊക്കെ ഹിന്ദി പാട്ടിന് ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ മേരി കഹാനി ഭൂലിനെ വാലെ എന്നൊരു റഫീയുടെ ഒരു പാട്ടുണ്ട്. അവസാനം ആ പാട്ട് പാടി പ്രശസ്തനായപ്പോൾ നാട്ടുകാർ മേരി കഹാനി ബേബി എന്നുള്ള പേരും കൂടി ഇട്ടു, കുറേ പേര്. അതെ. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് സിനിമയിലേക്ക് ഒരു അവസരം കൊടുത്തത്. തിക്കുറിശി സാർ ഈ പാട്ട് പാടിയ കാര്യം അറിഞ്ഞ് ഇതാരാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ വിളിപ്പിച്ച് തിക്കുറിശിനെ പോയി കണ്ട് പുള്ളി പാട്ട് പാടാൻ അവസരം കൊടുത്തു. അന്ന് പാട്ട് പാടല് മദ്രാസിലല്ലേ? മദ്രാസിലാ. അതെ. അപ്പോൾ സ്റ്റേജ് പാടുന്ന കണ്ടിട്ട് നേരെ മദ്രാസിന് കൊണ്ടുപോയി. അവിടെ ദക്ഷിണാമൂർത്തി സ്വാമികളായിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെയാണ് പാടിക്കുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഇതിലും വലിയ തുടക്കം കിട്ടാനില്ല. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അടുത്ത് ചെല്ലുന്നു, അവിടുന്ന് പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നത് 6-7 പടങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട്. ഏതാണ്ട് 8 പടങ്ങളിൽ പാടിയിട്ടുണ്ട്. 8 പടത്തിൽ നസീർ സാറിന് ഉൾപ്പെടെ പിന്നണി പാടിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തിലേക്ക് മറിഞ്ഞത് എങ്ങനെയാ? അത് ജ്യേഷ്ഠന്റെ കാര്യം പറയുമ്പോൾ 1926 എൻ്റെ ജ്യേഷ്ഠൻ ജനിക്കുന്നത്. ഏതാണ്ട് 16 വയസ്സുള്ളപ്പോൾ SSLC പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പട്ടാളത്തിലേക്ക് പോയി. 16 വയസ്സിൽ പട്ടാളത്തിൽ പോയ ആളാ. അതിന് വേറൊരു കഥയുണ്ട്. എന്നാൽ നമുക്ക് ഇരുന്ന് പറയാം. 16 വയസ്സിൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ ഒരു കഥയുണ്ട്. എൻ്റെ ഫാദർ കലയോടോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊന്നും അത്ര താല്പര്യനായ ആളല്ലായിരുന്നു. അമ്മ പാടുമായിരുന്നു. എന്ന് വെച്ചാൽ ഭക്തിഗാനങ്ങളൊക്കെ, അല്ലാതെ മറ്റു പാട്ടുകളൊന്നുമല്ല. അപ്പം പാട്ടുകളോടൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അന്ന് സിനിമയ്ക്കും കാണാൻ പോകുന്ന ചേട്ടന് വലിയ ഹരമായിരുന്നു. കള്ളം പറയുന്നത് എൻ്റെ ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. ജ്യേഷ്ഠനും കൂട്ടുകാരും കൂടി വീട്ടിൽ പറയാതെ സിനിമ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞു. സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല. പക്ഷേ ഫാദർ അറിഞ്ഞു, അടിച്ചു, ഒറ്റ അടി കൊടുത്തു. ഇതിൽ വിഷമിച്ചിട്ട് പിറ്റേ ദിവസം കുറേ കൂട്ടുകാരെ കൂടെ കൂട്ടി പട്ടാളത്തിൽ ചേരാനായിട്ട് അന്ന് എവിടെയോ ഒരു ക്യാമ്പ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അതിന് പോയി. അവിടെ പോയി പട്ടാളത്തിൽ ചേർന്ന് ആരോടും പറയാതെ പൊക്കളഞ്ഞു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ SSLC വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാണ്. അല്ല, അപ്പം പട്ടാളത്തിൽ നിന്ന് ചേരാൻ ഈ SSLC സർട്ടിഫിക്കറ്റ്, നോട്ടോ അങ്ങനൊന്നുമില്ല, എന്തൊക്കെയോ സാധിച്ചു കിട്ടി. ചെറിയ ഒരു ജോലിയായിരുന്നായിരിക്കുമല്ലോ ആദ്യം. അങ്ങനെ കിട്ടിപ്പോയതാ. പക്ഷെ 7 കൊല്ലം അവിടെ ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഫാദർ ഇതിൻ്റെ അധികാരികൾക്കൊക്കെ കത്തൊക്കെ അയച്ചു തുടങ്ങി, അവനെ തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഞാൻ ജനിക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ 1926 10ാം ക്ലാസ്സിലാകുമ്പോൾ ഒരു 35-36 അപ്പം ഈ പട്ടാളത്തിൽ ചേർന്നു എന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ല. അതെ, അന്നും റോയൽ എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. അന്ന് ഈ ബ്രിട്ടീഷ് റോയൽ ആർമിയിലായിരുന്നു. അതായിരുന്നു ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റോയൽ ആർമി എന്ന് പറയുന്ന അതിലാണ് ചേരുന്നത്.
അതിൻ്റെ അനുഭവങ്ങളൊക്കെ പുള്ളി പിന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് ബോഡി ഗാർഡായിട്ട് പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വികാരഭരിതമായ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ളത്, ഞാൻ ജനിക്കുമ്പോൾ ജ്യേഷ്ഠൻ പട്ടാളത്തിലാണ്. ഓ, എനിക്ക് ഏതാണ്ട് 1 വയസ്സുള്ളപ്പോഴാണ് എന്നെ ആദ്യം വന്ന് കാണുന്നത്, ഇളയ അനിയനെ. 1 വയസ്സുള്ളപ്പോ ഈ സിംഗപ്പൂര്, ബർമ്മ എവിടെയൊക്കെയോ ജോലി ആയിരുന്നു കേട്ടിട്ടുണ്ട്. ഇത് അവിടെ എവിടെയോ ഡൽഹിയിൽ നിന്ന് വന്ന് ഇളയ അനിയനെ കാണാൻ വരുന്നത് എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ജ്യേഷ്ഠൻ വന്ന് കാണുന്നത്. ഞങ്ങൾ 8 പേരാണ് കേട്ടോ. അതിൽ 1ാമനാണ് ജോസ് പ്രകാശ്, ഞാൻ 8ാമനാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. 8ാമനാണ് പ്രേംപ്രകാശ്. 8ാമനാണ് ഞാൻ. അപ്പം പട്ടാളത്തിൽ പോകുന്നു, ബ്രിട്ടീഷിൽ ഇതിൽ ചേരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 50കളുടെ തുടക്കമായി സിനിമയിലെത്തുമ്പോൾ അതെ പാട്ടുകാരനായിട്ട് എനിക്ക് അന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമ ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് ഹീറോ തന്നെ പാടുകയും ഹീറോ തന്നെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ പാടുകയും അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് അഭിനയിക്കാൻ ആദ്യം അഭിനയിച്ച് വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ടെന്നുള്ളതാണോ? പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠൻ ചെയ്തത്, നമ്മുടെ മണർകാട് കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പാലായിൽ. അവർക്ക് നാടക കമ്പനി ഉണ്ടായിരുന്നു, ഐക്യ കേരള കലാസഭ എന്ന് പറഞ്ഞ്. അതിലെ ഒരു അഭിനേതാവായിട്ട് ജ്യേഷ്ഠൻ പോയി. അതിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നാടക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിൽ അവസരം കിട്ടിയതും പ്രേമലേഖ, വിശപ്പിൻ്റെ വിളി, ശരിയോതിട്ട പടങ്ങളിലൊക്കെ അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്നത്. ഈ വിശപ്പിന്റെ വിളിയാന്ന് തോന്നുന്നു നസീർ സാറിന്റെ റിലീസായ ആദ്യത്തെ പടം. അതെ, റിലീസ് 53-ലാണെന്ന് തോന്നുന്നു. 52-ലോ 53-ലോ ആണത് ചെയ്തത്. അപ്പം അങ്ങനെ അതിലേക്ക് പോയി. പിന്നെ സിനിമ തട്ടകമായി. ഇതിനിടയ്ക്ക് സ്വന്തമായിട്ട് നാടക കമ്പനി, നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക കമ്പനി കോട്ടയത്തുണ്ട്. കുറേ പ്രസിദ്ധമായ 3-4 നാടകങ്ങൾ, സാത്താൻ ഉറങ്ങുന്നില്ല, പോലീസ് സ്റ്റേഷൻ, ഫ്ലോറി, ഇതൊക്കെ പുള്ളിയുടെ നാടകങ്ങളാണ്. അതോടൊപ്പം സിനിമയിലേക്കുമായി ബിസിനസ് നടത്തിയിട്ടില്ലേ ഇതിനിടയില്? തേയില കച്ചവടം, അങ്ങനെ എന്തൊക്കെ? തേയില ബിസിനസ് ആദ്യമായിട്ട് 47-ലാണ് തുടങ്ങുന്നത്. ഫാദറായിട്ട് തുടങ്ങി. അന്ന് ജ്യേഷ്ഠനും ഉണ്ട് അതിൻ്റെ ഒരു നടത്തിപ്പുകാരനായിട്ട്. ജ്യേഷ്ഠൻ ആദ്യമായിട്ട് വേറെ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ് കോട്ടയത്തെ പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ. കോട്ടയത്തെ ആദ്യത്തെ ഡ്രൈ ക്ലീനിങ് കട കോട്ടയത്ത് തുടങ്ങിയതാണ്. അതെ. ഇത് കാലഘട്ടം ഇത് എനിക്ക് തോന്നുന്നത് പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ തുടങ്ങുന്ന 55-ലാണ്. തേയില കച്ചവടം 47-ൽ ഫാദർ തുടങ്ങി. നമ്മുടെ പ്രേക്ഷകര് ഇതിങ്ങനെ കണ്ട് പോകുന്ന പ്രേക്ഷകർ ആലോചിക്കണം, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു കാര്യമാണ്. അതെ, ഏതാണ്ട് 77 കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ് ഞാനെന്ന് പറയുമ്പോൾ. അന്നൊക്കെ ഞാൻ തീരെ പൊടിപ്പയ്യനാണെന്നറിയാമല്ലോ. അതിനുശേഷമാണ് സുബ്രഹ്മണ്യം മുതലാളിയുടെ അവിടെ പോവുകയും മെരിലാൻഡിലെ ഒരു സ്ഥിരം നടനായിട്ട് മാറി. അതുപോലെ ആദ്യകാലത്ത് പുള്ളി വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് കുഞ്ചാക്കോയും കെ വി കോശിയും കൂടി എടുത്ത പടമാണ്. KNK പ്രൊഡക്ഷൻസാണ്. അങ്ങനെ ഈ 2 കമ്പനികളിലാണ് കൂടുതൽ അഭിനയിച്ചത്. പ്രത്യേകിച്ച് പി സുബ്രഹ്മണ്യം മുതലാളിയുടെ പടങ്ങളിലായിരുന്നു സ്ഥിരം ഒരു സാന്നിധ്യമായിരുന്നു ജ്യേഷ്ഠനും നസീറും ഒക്കെ. എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത്, ആ കാലങ്ങളിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് നേമത്തിനും ബസ് പിടിച്ച് സ്റ്റുഡിയോയിൽ പോകുന്ന കാലഘട്ടമൊക്കെ ജ്യേഷ്ഠൻ പലപ്പം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആദ്യകാലങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, ഈ സ്നാപ യോഹന്നാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭീഷ്മാചാര്യരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളരെ പരമസാത്വികനായ പുരാണ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒരു വില്ലനായി മാറിയത്? വില്ലൻ കഥാപാത്രം ആദ്യം ചെയ്യുന്നത് ശശികുമാർ സാറിൻ്റെ ലവ് ഇൻ കേരള, സിൽവർ ഹെഡ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അവിടുന്നാണ് ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് ജ്യേഷ്ഠൻ. സിൽവർ ഹെഡ് എന്ന് പറയുന്നത് ഈ തല ഷേവ് ചെയ്തിട്ട് അലൂമിനിയം പെയിന്റ് തലയിലടിച്ചെന്നാ പറയുന്നത്. അന്ന് ആലോചിക്കണല്ലേ, അന്ന് കാലത്ത് അലൂമിനിയം പെയിന്റ് പോലൊരു സാധനമൊക്കെ അടിച്ച് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. 1 വയസ്സായപ്പോഴാണ് വന്ന് കണ്ടതെന്ന് പറഞ്ഞു. അതെ, ജോസ് പ്രകാശ് സാർ ആ വീട്ടിലെ മൂത്ത മകനാന്ന് പറഞ്ഞു. അതെ. ഈ മൂത്ത മക്കൾക്ക് എപ്പോഴും കുറച്ചുകൂടെ അച്ഛൻ്റെയും കൂടെ ഉത്തരവാദിത്വം വരുന്ന ഒരാളാണ്. താഴെയുള്ള ആളുകളെയൊക്കെ നോക്കുക എന്ന് പറയുന്നത്. വീട്ടിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നോ ആ പരുവത്തില്? ഞാനത് പറഞ്ഞു വരുമ്പം, എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജോസ് പ്രകാശ്, എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. കാരണം ഞങ്ങൾ 7 പേരുടെ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു പുള്ളി. സഹോദരിമാരുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ പഠിത്തത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തിയ ഒരു മനുഷ്യനാണ്.
ഞാനിന്നും ഇവിടെ അഭിമാനമായിട്ടിരിക്കുന്നത് ജോസ് പ്രകാശിൻ്റെ അനുജൻ എന്നുള്ള ആ ഒരു ഒറ്റ ലേബലിൽ അവിടെ ഇരിക്കുന്നു. അതിലാണ് എനിക്ക് അഭിമാനമുള്ളത്. ഞാൻ ഇപ്പം പ്രേംപ്രകാശ് എന്ന ഞാൻ ഇങ്ങനെ ആയത് അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതൊന്നും മറക്കാൻ പറ്റിയില്ല. പിന്നെ ചോദിച്ച ഒരു ചോദ്യം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്രയും സാധുവായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സിനിമയിലെ വില്ലനാണോ ഈ ആള് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ജ്യേഷ്ഠൻ്റെ മക്കൾക്കൊക്കെ ചില കല്യാണം ആലോചിച്ചപ്പോഴത്തേനും ആ വീട്ടുകാർ പറഞ്ഞു, അങ്ങേരുടെ വീട്ടിലൊന്നും ചെന്ന് കല്യാണം ആലോചിക്കരുത്, അങ്ങനെ മഹാ കുഴപ്പക്കാരൻ, വില്ലനാ, അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാ, പുള്ളി ബലാത്സംഗമൊക്കെ ചെയ്യുന്ന ആളാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, ആ ഒരു ഇമേജ് പുറത്തുണ്ടായിരുന്നു. പക്ഷേ വളരെ സ്വാദുവായ, വളരെ സിമ്പിളായിരുന്നു. ഒന്ന്, പുള്ളി ഒരു സിനിമാ താരമല്ല, സൊല്യൂൻ്റെ ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിച്ചയാളാണ്. ഈ 8 മക്കളില് ഒന്നാമനാണ് ജോസ് പ്രകാശ് സാറ്, 8ാമനാണ് പ്രേംപ്രകാശ് സാർ. അതെ, 1ാമന് സിനിമയുണ്ട്, 8ാമന് സിനിമയുണ്ട്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും സിനിമ പരിപാടികളിലേക്ക് എത്തിയിട്ടുണ്ടോ? എൻ്റെ ഒരു ബ്രദർ, 3ാമത്തെ ബ്രദർ, പുള്ളി ടോം പ്രകാശ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹവും മരിച്ചുപോയി. ബിഷപ്പിന്റെ വിളിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുണ്ട്. അതും ജ്യേഷ്ഠൻ്റെ ഏർപ്പാടിൽ കൊണ്ടുപോയി സുബ്രഹ്മണ്യത്തോട് പറഞ്ഞിട്ട് അവിടെ പോയി അഭിനയിച്ചതാണ്. സിനിമയുമായി ബന്ധം വന്നത് പിന്നെ ജോസ് പ്രകാശിൻ്റെ മൂത്ത മകൻ രാജൻ പ്രൊഡ്യൂസറായി സിനിമകൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ കലയോട് വേറെ ആർക്കുമില്ല. പിന്നെ ഉള്ളത് ഞങ്ങളുടെ സഹോദരിയുടെ മകൻ ഡെന്നീസ് ജോസഫ്, എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ഡെന്നീസ്. അവനും സിനിമയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി, സംവിധായകനായി. പിന്നെ കലയോട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ മക്കൾ 2 പേരും ഈ ഫീൽഡിലുണ്ട്. അറിയാം, ബോബി, സഞ്ജയ്, അവർ തിരക്കഥാകൃത്തുക്കളാണ്. പിന്നെ എൻ്റെ മോളുണ്ട്, ആ മോള് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ കലയോട് ഞങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ള കുടുംബം തന്നെയാണ്. അതെ. ഈ ഒന്നിച്ച് അഭിനയിച്ച സിനിമകൾ, ഞാനും ജ്യേഷ്ഠനും ആദ്യം ഒന്നിച്ച് അഭിനയിക്കുന്ന സേതുമാധവൻ സാറിൻ്റെ പണിതീരാത്ത വീടാണ്. അതിൽ നന്ദിത ബോസിൻ്റെ കാമുകൻ്റെ റോളാണ് ഞാൻ അഭിനയിച്ചത്. പുള്ളി ഒരു പോലീസ് ഓഫീസറുമാണ്, അതേ സമയത്ത് എൻ്റെ അച്ഛൻ്റെ റോളുമാണ്. എന്നെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വേഷമാണ്. പിന്നെ KG ജോറി സാറിൻ്റെ രാപ്പാടികളുടെ ഗാഥ, പത്മരാജൻ എഴുതിയ, അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. പിന്നെ രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന സിനിമയാണോ ഇപ്പൊ ഒരു പ്രിന്റും ഇല്ലാണ്ടായ പടം? പ്രിന്റേ ഇല്ല. അത് പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളുടെയും പ്രിന്റ് ഇല്ലല്ലോ, ഇപ്പൊ കിട്ടാനില്ലല്ലോ. രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സിനിമയുടെ യാതൊന്നും ഇന്ന് ലഭിക്കാനില്ല. ഒന്നുമില്ല, പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റില്ല് എൻ്റെ കയ്യിലുണ്ട്, ഒരു സ്റ്റില്ല് ആകെപ്പാടെ. പ്രേംപ്രകാശ് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നു, നിർമ്മാണം ഉണ്ടായിരുന്നു, അഭിനയമുണ്ട്, എല്ലാ രീതിയിലും സിനിമയുടെ സമസ്ത മേഖലകളിലും വന്നു. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ സീനിയറായ, അല്ലെങ്കിൽ 1950കളുടെ തുടക്കത്തിൽ സിനിമ ഇങ്ങനെ കാണണം നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് സിനിമയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും വലിയ ഉപദേശങ്ങൾ തരുമായിരുന്നോ? നീ ഇന്ന കാര്യം നോക്കണം. എനിക്ക് വളരെ ഉപദേശങ്ങൾ തന്നിട്ടുള്ള ആളാണ്. ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്നുമുണ്ട്. അതിലൊരു വാചകം എൻ്റെ മനസ്സിൽ എന്നും പ്രതിധ്വനിക്കുന്ന ഒരു വാചകമുണ്ട്. എന്നോ അവസരത്തിൽ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, എൻ്റെ ആ ചെറുപ്പത്തിൽ ചോദിച്ചതായിരിക്കാം, എന്തുകൊണ്ടാണ് ഇന്ന ഡയറക്ടേഴ്സ് ചേട്ടനെ അഭിനയിക്കാൻ വിളിക്കാത്തത്? എൻ്റെ ന്യായമായ ഒരു സംശയം. അന്ന് സ്ഥിരം ശശികുമാർ സാറ്, കൃഷ്ണൻ നായർ സാറ്, AB രാജ് സാറ്, ഇങ്ങനെ ഹരിഹരൻ, ഇവരുടെയൊക്കെ പടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ജോഷി, വേറെ ചിലരുടെ ആൾക്കാരുടെ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ച് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമ്മളെ വേണ്ടാഞ്ഞിട്ടായിരിക്കും. അല്ല, എന്നാലും എങ്ങനെയാ? ഇല്ലടാ, ഞാൻ ആരോടും അങ്ങനെ, നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും, നമ്മൾ അങ്ങോട്ട് പോകണ്ട. ആ പറഞ്ഞ കൂട്ടത്തിലൊരു വാചകമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. നമ്മളെ ഒരാൾക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളായിട്ട് വഴിമാറിയേക്കണം. ഇതെനിക്കൂടെ അന്നും പറഞ്ഞ. പിന്നെ ഞാനൊരു അഭിനയവും കഴിഞ്ഞ് ഞാൻ പെരുവഴിയമ്പലം സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കാൻ ഒരു പ്രൊഡ്യൂസറായപ്പോൾ എന്നോട് പറഞ്ഞതുകൊണ്ട്, സത്യസന്ധമായിട്ട് പെരുമാറണം, സിനിമയാണ്, സത്യസന്ധത വേണം, ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിച്ച് നീ അത് കൈകാര്യം ചെയ്യണം. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടുകൊണ്ട് ഞാൻ എന്നും ഏത് സിനിമ എടുക്കുമ്പോഴും അദ്ദേഹത്തെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്.